മൊത്തത്തിലൊരു എൻ്റയർലി ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് സൂക്ഷ്മദർശിനി എന്ന സിനിമ തോന്നിയത്. ബേസിൽ ജോസഫ്, നസ്രിയ തുടങ്ങിയൊരു ലീഡ് റോൾ എത്തിയ MC ജിതിൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് സൂക്ഷ്മദർശിനി. അപ്പോൾ സിനിമയിലെ അവൻ്റെ അണിയർ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു യൂഷ്വൽ ടെംപ്ലേറ്റിലുള്ള ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫൺ മൂവി ആയിരിക്കില്ല എന്ന് നമുക്ക് ട്രെയിലർ തന്നെ സൂചന തന്നാണ്. സോ ആദ്യാവസാനം ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് അതിനെ നല്ലൊരു മിസ്റ്ററി റിവീൽ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു നല്ലൊരു ത്രില്ലർ മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. വിത്ത് ഒരു ഹ്യൂമർ ഫ്ലേവർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഡാർക്ക് ഹ്യൂമർ ജോണർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൽ അങ്ങനെ അധികം ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമ നമുക്ക് മുന്നിട്ട് വെക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് പ്രിയദർശിനി എന്ന ക്യാരക്ടറാണ്. നസ്രിയയുടെ അവളുടെ തൊട്ട് താമസക്കാരന് പുതിയ ഒരു ആൾ എത്തുകയാണ്, ബേസിൽ ജോസഫിൻ്റെ മാനുവൽ. ഒരു ഭയങ്കരമായിട്ടൊരു മിസ്റ്ററി പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറായാലും ഭയങ്കര മിസ്റ്ററി ആയിട്ട് തോന്നുകയും ആളെ പ്രിയദർശൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ ഒരു കോർ പ്ലോട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ സ്പോയിലർ ആകും, അതുകൊണ്ടാണ് അതിലോട്ട് അങ്ങോട്ട് കിടക്കാത്തത്. അത്തരം ഒരു പ്ലോട്ട് ശരിക്കും വളരെ ഇൻറ്റൻസ് ആയിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഗ്രിപ്പിംഗ് ആയിട്ട് എടുക്കാവുന്ന ഒരു പ്ലോട്ടായിരുന്നു. പക്ഷേ ഇവർ ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ ഡാർക്ക് ഹ്യൂമർ ഫ്ലേവറൊക്കെ മിക്സ് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടി. അതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. ആൻഡ് ക്രിസ്റ്റോ സേവിയറിൻ്റെ BGM കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. ആ BGM ഒരു നമ്മൾ കണ്ടുപരിചിതമില്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ നിന്നും ഒരു BGM ഒക്കെ ഉണ്ടാകില്ല, നമുക്കൊരു ആ ഒരു പടത്തിന്, ആ വേറിട്ടൊരു പടത്തിന് അതിനേതായിട്ടുള്ളൊരു സ്കോറിംഗ് ആണ് കറക്റ്റായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ബേസിൽ ജോസഫ് നമുക്കറിയാം, ഇപ്പോൾ ഭയങ്കര ഒരു പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ക്രൗഡ് ഭയങ്കരമായി പുള്ളി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പടങ്ങൾ പറഞ്ഞാൽ മിനിമം ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ എടുക്കാൻ തുടങ്ങി. പണ്ടത്തെ ദിലീപേട്ടൻ്റെ അപ്പോൾ പുള്ളിയുടെ ഒരു എത്ര ഡൗൺ ആണെങ്കിൽ പോലും ആളുകൾ പുള്ളി ബേസിൽ ജോസഫ് അല്ലേ അപ്പോൾ കണ്ടിരിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനുള്ള ഒരു ഇതാണ്, ഇതിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു തിരക്കുണ്ട് സിനിമയ്ക്ക്. പിന്നെ ഓട്ടോമാറ്റിക്കലി നസ്രിയ കുറച്ച് നാളുകൾക്ക് ശേഷം അഭിനയിക്കാൻ എത്തുന്നു. എനിക്ക് അങ്ങനെ പുള്ളി ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള റോളായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ നല്ല റോളായിരുന്നു. അപ്പോൾ ഡയറക്ടർ നമുക്കൊരു വെറൈറ്റി സാധനം തന്നിട്ടുണ്ട് സിനിമ. പക്ഷേ ഇതിൽ നല്ലൊരു മിസ്റ്ററി ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും ഇതെന്താണ് പുള്ളി എന്തെങ്ങനെ, അല്ലെങ്കിൽ ഇതെന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നറിയാമെന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. സിനിമയിലെ ഒരു പോയിന്റ് വരെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോലും നല്ലൊരു മിസ്റ്റർ റിവീലേഷൻ തന്നെയായിരുന്നു. പക്ഷെ അതിന് വിചാരിച്ചത്ര ഇമ്പാക്റ്റ് കിട്ടിയോ എന്നുള്ള സംശയമാണ്. കാരണം ഈ സിനിമ ത്രൂ ഔട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇതിലൊരു അപ്പ് ആൻഡ് ഡൗൺസ് ഒന്നും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം ഇതിൽ പുള്ളി പർപ്പസ്ഫുള്ളി ചെയ്തതാണോ എന്നറിയില്ല. കാരണം ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് എവിടെയും കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഫ്ലേവർ, ഡാർക്ക് ഹ്യൂമർ എന്നുള്ള ഫ്ലേവറിൽ ഒരു മിസ്റ്ററി ത്രില്ലർ എന്നുള്ള രീതിയിൽ ത്രൂ ഔട്ട് ഒരേ ലെവലിൽ പോകുന്ന ഒരു സിനിമയാണ്. നമ്മളെ അങ്ങനെ സീറ്റ് എഡ്ജായിട്ട് ഇരുത്താനോ ഒന്നും ശ്രമിക്കുന്നില്ല. പക്ഷേ ആ മിസ്റ്റർ റിവീൽ ചെയ്യുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിന് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ യൂഷ്വലായിട്ട് എങ്ങനെയാണോ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കാണുന്നു, ഓക്കെ ഇതാണല്ലേ ഓക്കെ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ആ ക്യാരക്ടറൈസേഷനൊക്കെ അടിപൊളിയായിരുന്നു. സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു സംഭവം ചെയ്ത ഒരു ആൾക്കാർ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഭയങ്കര ക്രൂവൽറ്റി നിറഞ്ഞ ആൾക്കാർ നല്ലത്, പക്ഷെ ഭയങ്കര ഹ്യൂമർ ടച്ചൊക്കെ ആയിട്ടാണ് ആ ക്യാരക്ടറൈസേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ആക്ച്വലി ആ പ്ലോട്ടിനോട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ദേ ഹാവ് ആ കുറേ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഉണ്ട് ബേസിൽ ജോസഫും സിദ്ധാർത്ഥ് ഭരതൻ്റെ. അതൊക്കെ നല്ല രസകരമായി തോന്നി. അത്യാവശ്യം ഒരു അപ്ലോസ് കിട്ടിയ ഒരു സീനുകൾ അതൊക്കെയാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഓക്കെ ഒരു വെറൈറ്റി സാധനം എന്ന രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ് സൂക്ഷ്മദർശിനി. സോ നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.